ശരത്ത് എം.എൽ.എ. പറയുന്നത് ഈ ഓൺലൈൻ ക്ലാസുകൾ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടോ അവിടെ ക്ലാസ്? നിലവിൽ അത്തരം സംവിധാനം ഇല്ല എന്നുള്ളതാണ് പ്രധാന പ്രതിസന്ധി. നമുക്ക് കുട്ടികളോട് കൂടി പ്രതികരണം തേടാം. ഇപ്പോൾ ക്ലാസ് എന്തെങ്കിലും നടക്കുന്നത് ഇല്ല, ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വെള്ളമൊക്കെ കാരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കൊറോണ സമയത്ത് ഓൺലൈൻ ക്ലാസ് നടന്ന പോലെ ഇത്തവണ അങ്ങനെ നടത്തണമെന്നാണ് പറയുന്നത്. ഇതുവരെ ക്ലാസ് ഒന്നും ഓൺലൈനിലൊന്നും നടന്നിട്ടില്ല? ഇല്ല, നടന്നിട്ടില്ല. ടീച്ചർമാരെയും വിളിക്കാറുണ്ട്? ഇല്ല, വിളിക്കാറില്ല. ടീച്ചർ എപ്പോഴെങ്കിലും ഇല്ല, വിളിച്ചിരുന്നില്ല. ഈ ക്യാമ്പിൽ തന്നെ കഴിയുകയാണ്? അതെ. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ പരീക്ഷ ഒരേ സമയത്താണല്ലോ പരീക്ഷ നടക്കുന്നത്. ഈ നിങ്ങൾക്ക് കിട്ടിയ അവധി അവർക്ക് ഇല്ല, ആ സമയത്ത് അവർ പഠിക്കുന്നു. അപ്പം പരീക്ഷയൊക്കെ ഒരേ സമയത്ത് നടക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലേ? ഉണ്ട്. കാരണം ഞങ്ങൾക്ക് കുറേ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുന്നില്ല. ഈ ടീച്ചർമാർ സ്കൂളിൽ ചെന്നാൽ പെട്ടെന്ന് പോർഷൻസ് ഒക്കെ തീർക്കുന്നതുകൊണ്ട് എക്സാമിന് അതൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ് നല്ലതാണ്. അതായത് അരുൺകുമാർ, ആലപ്പുഴയെ കുട്ടനാട്ടിലെ സംബന്ധിച്ചിടത്തോളം 30-ലധികം സ്കൂൾ ഈ ഭാഗത്ത് തന്നെയുണ്ട്. അങ്ങനെ ഒരു 20,000-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഇത്രയും ദിവസമായി അവരുടെ പഠനം നഷ്ടപ്പെടുന്ന സാഹചര്യം. ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ 3 ദിവസവും അവർക്ക് ഓൺലൈൻ ക്ലാസ് കിട്ടിയിട്ടില്ലല്ലോ അല്ലേ ശരത്? നിലവിൽ ഇതുവരെ ഓൺലൈൻ ക്ലാസ് വല്ലതും തുടങ്ങിയിട്ടുണ്ട്? ഇല്ല, തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു സ്കൂളിൽ നിന്ന്? അറിയിച്ചില്ല. സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഓൺലൈൻ ക്ലാസ്സിന്റെ സൗകര്യം ഒരുക്കി? ഇല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ പിള്ളേരുടെ ആഗ്രഹം അതാണ്. നിലവിൽ അങ്ങനെ ഒരു സംവിധാനമില്ല. കുട്ടനാട്ടിലെ കുട്ടികളുടെ എല്ലാ വിദ്യാഭ്യാസവും അപ്പാടെ താറുമാറായി കിടക്കുക. അടിയന്തരമായിട്ട് സർക്കാർ ഇതിനകത്തൊരു ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് കുട്ടികളുടെ അഭിപ്രായം. അതായത് ഈ നാട്ടുകാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ പറയുന്നത് ഇതുവരെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സോ അല്ലെങ്കിൽ അത്തരം സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല. അത് ഒരുക്കണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരിക്കും ഒരുപക്ഷേ എം.എൽ.എ. ഉദ്ദേശിച്ചിട്ടുണ്ടാകും. പക്ഷേ നിലവിൽ എന്തായാലും ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. എം.എൽ.എയുടെ ശ്രദ്ധയിലേക്ക് ശ്രീ തോമസ് കെ തോമസ് അങ്ങ് പറഞ്ഞതുപോലെ ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ അവിടെ അവർക്ക് ലഭിക്കുന്നില്ല. ഇത്രയും സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് വേണമെന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ലൈവായി അവർ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എം.എൽ.എ. ഇന്നത്തെ മീറ്റിംഗിൽ കൃത്യമായിട്ടും കളക്ടറോട് അത് പറഞ്ഞ് സ്കൂളുകളിൽ ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. 3-4 ദിവസം കൂടിയൊക്കെ നീണ്ടു പോവുകയാണെങ്കിൽ, മഴ ഒന്നുകൂടി പെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ പോഷൻ നഷ്ടപ്പെടില്ലേ? മറ്റു കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. കുട്ടനാട്ടിലെ കുട്ടികൾക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും എം.എൽ.എ. ആ വിഷയത്തിൽ ഇടപെടണം. എം.എൽ.എ. ഉദ്ദേശിച്ചതുപോലെയല്ല, അവിടെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പോയ സ്ഥലത്തെ വിദ്യാർത്ഥികൾ നമ്മളോട് ലൈവായിട്ട് പറയുന്നത്. നാട്ടുകാരും പറയുന്നത് എം.എൽ.എ. കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എം.എൽ.എ. ആ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.